Dear students, today we will study about the timer control register or TCON register. The timer control or TCON register is used to start or stop the timers of 8051 microcontroller. അതിൽ കൗണ്ടർ സ്റ്റാർട്ട് ചെയ്യുകയോ സ്റ്റോപ്പ് ചെയ്യുകയോ ചെയ്യുമ്പോൾ അതിന് ട്രിഗർ പൾസായിട്ട് അല്ലെങ്കിൽ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് പൾസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ടൈമർ കൺട്രോൾ രജിസ്റ്ററിനകത്തുള്ള ബിറ്റ്സുകളാണ്. Then it also contains bits to indicate if the timer has overflowed. അപ്പോൾ ഓവർഫ്ലോ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മാക്സിമം കൗണ്ട് വാല്യൂ വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് പൾസിൽ റീസെറ്റ് ചെയ്ത് അല്ലെങ്കിൽ റോൾസ് ഓവർ വന്നിട്ട് അത് 00 വാല്യൂയിലേക്ക് റീസെറ്റ് ചെയ്യും. ആ ടൈമിൽ ടൈമർ ഫ്ലാഗ് സെറ്റ് ചെയ്യുന്നു. ടൈമർ 0യുടെ ആണെങ്കിൽ TF0യും ടൈമർ 1ൻ്റെ ആണെങ്കിൽ TF1 ഫ്ലാഗും സെറ്റ് ചെയ്യും. Then next is the TCON SFR, a special function register, also consists of interrupt related bits. The interrupt related bits എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ IE1, IT1, IE0 and IT0. These are the 8 bits. TF1, TR1 are timer overflow flag and timer 1 run bit. TF0 and TR0 are related to timer 0 is timer overflow flag and timer run flag for timer 0. IE1 and IT1 are related to timer 1. IE0 and IT0 are related to timer 0. These are the interrupt related flags. First bit is TF1. Timer 1 overflow flag. നമുക്കറിയാം ഒരു ഇൻറ്റേർണലി ഒരു കൗണ്ടർ അല്ലെങ്കിൽ ഒരു ടൈമറുണ്ട്. ഓരോ എക്സ്റ്റേണൽ ക്ലോക്ക് പൾസോ അല്ലെങ്കിൽ ഇൻറ്റേർണൽ ക്ലോക്ക് പൾസോ റിലേറ്റഡ് ടു ഇറ്റ്സ് വർക്ക്സ് ആസ് എ ടൈമർ ഓർ കൗണ്ടർ. അപ്പോൾ ആ ക്ലോക്ക് പൾസ് വരുന്ന ടൈമിൽ ഇതിനകത്ത് കൗണ്ട് വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യും. അപ്പോൾ കൗണ്ട് വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്ത് 1 ആകും. ദെൻ ഇറ്റ് അഗെയിൻ ഇൻക്രിമെൻറ്റഡ് ഡ്യൂറിങ് ദ നെക്സ്റ്റ് ക്ലോക്ക് പൾസ്. അങ്ങനെ ഇൻക്രിമെൻറ്റ് ചെയ്ത് ഓരോ ക്ലോക്ക് പൾസിലും അതിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നു. ഫൈനലി ഇറ്റ് എൻറ്റേർഡ് ഇൻ ടു ദ മാക്സിമം വാല്യൂ ഓഫ് FF. അതായത് 16 ബിറ്റ് ആണെങ്കിൽ ഓൾ ബിറ്റ്സ് ആർ 1 എന്ന് പറയുന്നതാണ് FF എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്ലോക്ക് പൾസ് വരുന്ന ടൈമിൽ ഓട്ടോമാറ്റിക്കലി ഇറ്റ് റോൾസ് ഓവർ ടു 00 ഓർ ഇറ്റ് റീസെറ്റ് ടു 00. അങ്ങനെ ഒരു റോൾസ് ഓവർ വരുമ്പോഴാണ് ടൈമർ ഫ്ലാഗ് സെറ്റ് ചെയ്യുന്നത്. ആ ടൈമർ ഫ്ലാഗ് സെറ്റ് ചെയ്യുന്നത് ഇവിടെ ഈ 2 ബിറ്റിലായിരിക്കും. അതായത് TF1 ഓർ TF0 ബിറ്റ്സുകളായിരിക്കും സെറ്റ് ടു 1 വെൻ ടൈമർ ഓവർഫ്ലോസ്. ആഫ്റ്റർ ദ ടൈമർ ഈസ് സ്റ്റാർട്ടഡ് ഇറ്റ് സ്റ്റാർട്ട്സ് ടു കൗണ്ട് അപ്പ്. അതായത് 8051 അപ്പ് കൗണ്ടറാണ്, ഒരിക്കലും ഡൗൺ കൗണ്ടർ അല്ല. അതാണ് ഇറ്റ് സ്റ്റാർട്ട്സ് ടു കൗണ്ട് അപ്പ് ആൻഡ് ഇൻക്രിമെൻറ്റിംഗ് ദ രജിസ്റ്റർ വാല്യൂ ആൻഡ് കണ്ടിന്യൂസ് അണ്ടിൽ ഇറ്റ് റീച്ചസ് ദ മാക്സിമം ലിമിറ്റ്. ഇപ്പം ഇത് 16 ബിറ്റ് ആയതുകൊണ്ട് FF വന്നു. 13 ബിറ്റ് കൗണ്ടർ ആയിരുന്നു എങ്കിൽ ഇതിൻ്റെ വാല്യൂ എത്രയായിട്ടും വരുമായിരുന്നു? MSB ബിറ്റ് 1ഉം ബാക്കിയുള്ളത് 3ഉം FF ആയിരിക്കും. അപ്പോൾ ഈ 8 ബിറ്റ് ആണെങ്കിലോ FF വരത്തുള്ളൂ. അപ്പോൾ ആ മാക്സിമം വാല്യൂ ലിമിറ്റിലേക്ക് അച്ചീവ് ചെയ്യുന്നു. ദെൻ ഇറ്റ് റോൾസ് ഓവർ ഫ്രം ദ മാക്സിമം വാല്യൂ ടു 00. ദെൻ ടൈമർ ഫ്ലാഗ് സെറ്റ് ടു 1. ഓക്കെ. നെക്സ്റ്റ് ബിറ്റ് ഇറ്റ്സ് TR1 ആൻഡ് TR0. TR1 means timer run control bit and TR0 for timer 0 run control bit. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്, എന്നാലും ഒന്നുകൂടെ പറയാം. ഇതാണ് എൻ്റെ സർക്യൂട്ട് ഡയഗ്രം എന്ന് പറയുന്നത്. G bit is the ടൈമർ മോഡ് രജിസ്റ്ററിനകത്തുള്ള ഗേറ്റ് ബിറ്റാണ് ഉപയോഗിക്കുന്നത്. ഈ ഗേറ്റ് ബിറ്റിൻ്റെ വാല്യൂ 1 0 സെറ്റ് ചെയ്യും. ഇൻട്രപ്റ്റ് ആണെങ്കിൽ എക്സ്റ്റേണൽ ആണെങ്കിൽ ഇതിൻ്റെ വാല്യൂ 1 0. അതായത് ഇൻറ്റേർണൽ ആണോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആണോ ഹാർഡ്വെയർ റിലേറ്റഡ് ആണോ വരുന്ന ഇൻട്രപ്റ്റ് ഒന്ന് ഡിപ്പെൻഡ്സ് അപ്പോൺ ആണ് ഈ G ബിറ്റും INT ബിറ്റും എന്ന് പറയുന്നത്. അപ്പോൾ നോക്കുക, ഇപ്പോൾ നമുക്ക് ഇവിടെ G ബിറ്റ് 0 ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ബി TR0 അല്ലെങ്കിൽ സെറ്റ് ബി TR1 എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്തിട്ടാണ് സോഫ്റ്റ്വെയറിൽ ഈ ബിറ്റ് സെറ്റ് ചെയ്യുന്നത്, ഇൻസ്ട്രക്ഷൻ റൺ ബിറ്റ് സെറ്റ് ചെയ്യുന്നത്. ദെൻ നോട്ട് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്തായിട്ട് മാറും? 1 ഓട്ടോമാറ്റിക്കായിട്ട്. ദെൻ ഈ 1 ഓർ ഗേറ്റ് വഴി വന്നു കഴിഞ്ഞാൽ ആൻഡ് ഗേറ്റിൻ്റെ ഒരു ഇൻപുട്ട് 1 ആയി. ഇനി നമുക്കുള്ളത് ഈ TR ബിറ്റാണുള്ളത്.
ടി ആർ ബിറ്റ് അല്ലെങ്കിൽ ടികോൺ രജിസ്റ്ററിലുള്ള ടി ആർ ബിറ്റ് 1 ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആൻഡ് ഗേറ്റിൻ്റെ 2 ഇൻപുട്ടും 1 ആയി, ദെൻ ഔട്ട്പുട്ട് 1 ആവും. ഈ ഔട്ട്പുട്ട് 1 വന്നു കഴിയുമ്പോൾ റൺ കൺട്രോൾ ബിറ്റ് 1 ആണെങ്കിൽ ടൈമർ സ്റ്റാർട്ട്സ്. ആ റൺ കൺട്രോൾ ബിറ്റ് 0, ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് 0 ആണെങ്കിൽ ടൈമർ സ്റ്റോപ്സ്. അപ്പോൾ ആ ടൈമറിനെ സ്റ്റാർട്ട് ചെയ്യുന്നതിനും സ്റ്റോപ്പ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് ഈ ഒരു ഡയഗ്രം യൂസ് ചെയ്യുന്നത്. ദിസ് ഈസ് ദ ഗേറ്റഡ് പൾസസ് എന്ന് പറയും ഇതിനെ. അപ്പോൾ ഈ ഗേറ്റ് കൺട്രോൾ ചെയ്യുന്നത് ഈ ടൈമർ റൺ ബിറ്റാണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്. ടൈമർ റൺ ബിറ്റ് 0 ആണെന്നുണ്ടെങ്കിൽ ടൈമർ സ്റ്റോപ്പ് ആവും. ടൈമർ റൺ ബിറ്റ് 1 ആണെങ്കിൽ ടൈമർ സ്റ്റാർട്ട് ചെയ്യും. അത് ടൈമറിൽ സ്റ്റാർട്ടും സ്റ്റോപ്പും കൺട്രോൾ സിഗ്നൽസ് കൊടുക്കുന്നത് എക്സ്റ്റേണൽ ആണോ ഇൻറ്റേർണൽ ആണോ എന്ന് ഡിപ്പെൻഡ്സ് ചെയ്ത് ജി ബിറ്റ് അല്ലെങ്കിൽ ഗേറ്റ് ബിറ്റ് അല്ലെങ്കിൽ INT ബിറ്റിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ. Next bits are IE1 and IE0. These are the external field interrupts flag. IE1 for external interrupt 1 edge flag, that's for timer 1. Then IE0 for external interrupt edge flag 0. INT0, we know that INT0 and INT1 are the two external interrupts. Then IE1 related to interrupt 1, this IE1 related to interrupt 1, INT1. Similarly, this IE0 related to INT0. These are the two external interrupts. These bits are used by 8051 to keep the track of edge triggered interrupt only. If IT1 or IT0 are 0 means hardware interrupts are low level triggered. നമുക്കറിയാം ലോ ലെവൽ ട്രിഗേർഡ് ആണോ ഹൈ ലെവൽ ട്രിഗേർഡ് ആണോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ലെവൽ ട്രിഗേർഡ്. ഇവിടെ പോസിറ്റീവ് എഡ്ജിലും വരാം നമുക്ക് ലെവൽ ട്രിഗറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എഡ്ജിൽ വേണമെങ്കിലും നമുക്കിവിടെ ട്രിഗറിങ് വരാം. പോസിറ്റീവ് എഡ്ജ് ട്രിഗേർഡ് വരാം അല്ലെങ്കിൽ നെഗറ്റീവ് എഡ്ജ് ട്രിഗേർഡ് വരാം. അതുപോലെ തന്നെ പോസിറ്റീവ് ലെവൽ ട്രിഗേർഡും വരാം, നെഗറ്റീവ് ലെവൽ ട്രിഗേർഡും വരാം. ദിസ് ഈസ് നോൺ ആസ് positive level triggered and this one is known as negative level triggered. This is the positive edge or trailing edge and this is negative edge or falling edge of triggered. Normally നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് എപ്പോഴും നെഗറ്റീവ് എഡ്ജ്. IT1 is the external interrupt edge 1 flag. IT0 is the external interrupt edge 0 flag. These bits are used by 8051 to select the trigger type of the signal. അതായത് പോസിറ്റീവ് എഡ്ജ് ട്രിഗേർഡ് ആണോ നെഗറ്റീവ് എഡ്ജ് ട്രിഗേർഡ് ആണോ, പോസിറ്റീവ് ലെവൽ ട്രിഗേർഡ് ആണോ നെഗറ്റീവ് ലെവൽ ട്രിഗേർഡ് ആണോ. നമ്മൾ 8051 മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ലെവൽ ട്രിഗേർഡ്, നെഗറ്റീവ് ലെവൽ ട്രിഗേർഡ് ഓർ നെഗറ്റീവ് എഡ്ജ് ട്രിഗേർഡ് ആണ് യൂസ് ചെയ്യുന്നത്. നോക്കുക, IT1 ആൻഡ് IT0 0 മീൻസ് ലോ ലെവൽ ട്രിഗേർഡ് ആയിരിക്കും. ഇഫ് ഇറ്റ് ഈസ് 1 മീൻസ് ലോ എഡ്ജ് ട്രിഗേർഡ് ആയിരിക്കും. അപ്പോൾ നോക്കുക, ഈ രണ്ട് കണ്ടീഷൻ ആ ബിറ്റിൻ്റെ വാല്യൂ അനുസരിച്ച് IT1ൻ്റെയും IT0യുടെയും വാല്യൂസ് അനുസരിച്ച് നമുക്ക് ഇൻട്രപ്റ്റ് വരുന്നത് ഡിപ്പെൻഡ്സ് അപ്പോൺ നെഗറ്റീവ് എഡ്ജിലാണോ അതോ നെഗറ്റീവ് ഫ്ലാറ്റ് എഡ്ജിലാണോ അല്ല നെഗറ്റീവ് ലെവലിലാണോ എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. ഓക്കെ, ഇപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി നമുക്ക് എല്ലാ ബിറ്റ്സിനെ പറ്റി പഠിച്ചു കഴിഞ്ഞു. TF1 ആൻഡ് TR1 ഫോർ ടൈമർ 1 ഓവർഫ്ലോ ആൻഡ് റൺ ഫ്ലാഗ്. TF0 ആൻഡ് TR0 ആർ ടൈമർ 0 ഓവർഫ്ലോ ഫ്ലാഗ് ആൻഡ് ടൈമർ 0 റൺ ഫ്ലാഗ്. IE1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്തിരിക്കുന്നത് എക്സ്റ്റേണൽ ഇൻട്രപ്റ്റ് എഡ്ജാണോ എക്സ്റ്റേണൽ ഇൻട്രപ്റ്റ് ലെവലാണോ എന്നുള്ള ആ എക്സ്റ്റേണൽ ഇൻട്രപ്റ്റ്സ് രണ്ടെണ്ണമാണ് INT0 ആൻഡ് INT1. IE1 റിലേറ്റഡ് ടു INT1 ആൻഡ് IE0 റിലേറ്റഡ് ടു INT0 ആയിരിക്കും. ഇനി നെക്സ്റ്റ് വരുന്ന ബിറ്റ്സുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
IT1 ആൻഡ് IT0. IT1 ആൻഡ് IT0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്സ്റ്റേണൽ ഇൻട്രപ്റ്റ് എഡ്ജ് ആണോ അതോ എക്സ്റ്റേണൽ ഇൻട്രപ്റ്റ് ലെവലാണോ തീരുമാനിച്ചിരിക്കും. അപ്പോൾ നോക്കുക, IT1 0 ആണെന്നുണ്ടെങ്കിൽ ലോ ലെവലായിരിക്കും, IT1 1 ആണെന്നുണ്ടെങ്കിൽ ഫോളിങ് എഡ്ജ് ആയിരിക്കും, നെഗറ്റീവ് എഡ്ജ് ട്രിഗേർഡ് ആയിരിക്കും. ഇതാണ് TCON രജിസ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബിറ്റ്സുകൾ. ഓക്കെ, താങ്ക് യു.